ജ്വല്ലറി വാങ്ങുന്നത് വളരെ ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഭയങ്കര അബദ്ധമാണ്. കാരണം അവിടെ നമുക്ക് മേക്കിംഗ് ചാർജ് എന്നുള്ളൊരു നല്ലൊരു സംഖ്യ പോകുന്നുണ്ട്. പക്ഷേ ഈ മേക്കിംഗ് ചാർജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസിന് തിന്നുന്ന ഒരു സംഭവം. ഇപ്പോൾ ഇത് വാങ്ങാൻ പോയാൽ എനിക്ക് ഇത്ര വില കൊടുക്കേണ്ടി വരും, അങ്ങനെയല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ നോക്കേണ്ടത്. ഇപ്പം ഞാനിത് വിറ്റാൻ എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ അതിൽ വലിയൊരു വ്യത്യാസം വരും. ഫിസിക്കൽ ഗോൾഡിൽ നിങ്ങൾക്ക് ഈ ബാറായിട്ടും കോയിനായിട്ടൊക്കെ വാങ്ങാം, അവിടെ നിങ്ങൾക്ക് കോസ്റ്റ് കുറയുകയാണല്ലോ. അതുകൊണ്ട് തന്നെ റിട്ടേൺസ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഈ ഗോൾഡ് എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് ഗോൾഡാണ് വാങ്ങുന്നത്. നമുക്ക് അത് മ്യൂച്വൽ ഫണ്ടായിട്ട് മാസം SIP ആയിട്ട് ചെയ്യാം. അതൊരു ഷെയർ പോലെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയും, ETF എന്ന് പറയും. ഗോൾഡ് ETFs മാർക്കറ്റിൽ ട്രേഡിംഗ് ഉണ്ട്. സോ അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ വാങ്ങാം, ഏത് സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാം. ഇറ്റ്സ് ടോട്ടലി ലിക്വിഡ്. ഓക്കെ. പിന്നെ ഇപ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് സോവറിൻ ഗോൾഡ് ബോണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഗോൾഡ് ബോണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കോസ്റ്റ് കുറവെന്നുള്ളത്